ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ കൊടുക്കുന്ന സർപ്രൈസ് അശ്വിൻ്റെ തീർന്നിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കേണ്ട ശ്രുതിക്ക് അങ്ങനെ ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അശ്വിൻ അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതി അറിയാണ്ട് തിരിഞ്ഞ് കിടന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ചത്. അപ്പോൾ തിങ്കളാഴ്ച കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ ഞെട്ടിപ്പോകുക കേട്ടോ. നിൽക്കുന്ന ഒരു കുന്ന് കുപ്പിവളകൾ, അതായത് പല കളർ. ശ്രുതിക്ക് എത്ര കളർ ചുരിദാറുണ്ടോ അത്രയും കളർ കുപ്പിവളകളാണ്. അതും ശ്രുതിയുടെ കറക്റ്റ് അളവ് കൈയിൻ്റെ അതേ അളവിൽ തന്നെ. ശ്രുതി ഞെട്ടിപ്പോവാണ്, കാരണം ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടം കുപ്പിവളകളാണ് കേട്ടോ. അത് കാണുന്ന ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ തനിക്ക് വീണ്ടും സർപ്രൈസ് ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സർപ്രൈസ് ഇപ്പോഴും തീരുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ശ്രുതി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തനിക്ക് വളകളൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടമായി, എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്തിട്ടേ കയ്യിലേക്കിട്ടേ എന്ന് പറയാണ്. അത് പിന്നെ എന്താ, തനിക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമെങ്കിൽ വളകളെടുത്ത് കയ്യിലേക്കിട് എന്ന് പറയാണ്. അത് ഇതെനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് തന്നേലേ. പിറന്നാൾ സമ്മാനം തന്നതിലല്ല കാര്യം. ആ സമ്മാനം തരുമ്പോൾ ആ പിറന്നാൾ കുട്ടിക്ക് ആ സമ്മാനം കൊടുത്ത് കൈകളിലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളത്. അല്ലാതെ സമ്മാനം വെറുതെ ഇത് അവിടെ വെച്ചത് കൊണ്ട് കാര്യമൊന്നും ആയില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാൽ ശരി ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് അതിന്നൊരു ചുവന്ന കളർ ചുരിദാറാണ് ശ്രുതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ റെഡ് കളർ വള തന്നെ അശ്വിൻ എടുക്കുകയാണ്. ശേഷം ശ്രുതിയുടെ കൈ ഇങ്ങനെ ശ്രുതി രണ്ട് കൈ ഇങ്ങനെ നീട്ടി വെക്കുക കേട്ടോ. അശ്വിൻ പതുക്കെ ശ്രുതിയുടെ കൈകളിൽ പിടിക്കുന്നുണ്ട്. ശ്രുതിക്ക് വല്ലാത്ത പോലെ തോന്നാണ്. ശ്രുതി അശ്വിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് കുറച്ച് വളകളെടുത്ത് ശ്രുതിയുടെ കൈകളിലേക്ക് വലത്ത് കൈയിലും ഇടത്ത് കൈയിലും ഇടാട്ടോ. ശ്രുതി ആ വളകൾ സന്തോഷത്തോടെ നോക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചിരിക്കുകയാണ്. ശേഷം രണ്ട് വളകൾ കൈകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിനെ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അശ്വിൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുവാണ്. ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണ്. ശ്രുതി അങ്ങനെ വളകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഇങ്ങനെ സർപ്രൈസ് അടുത്തത് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അശ്വിൻ വിചാരിക്കുന്നത് രാത്രി വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നത്. ശ്രുതിനെ ഇങ്ങനെ പേടിപ്പിക്കുന്ന തരത്തിലൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അശ്വിൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. വേറൊന്നല്ല, രാത്രി ആകുമ്പോഴേക്കും ശ്രുതി ഒരു സംഭാഷണം കേൾക്കുകയാണ്. ആരോ എന്തോ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഈ പാതിരാത്രി സംസാരിക്കണത് എന്ന് മനസ്സിലാവാതെ ശ്രുതി പമ്മി കട്ടിലേന്ന് എഴുന്നേറ്റ്. അപ്പോൾ അശ്വിൻ അവിടെ ഇല്ല കേട്ടോ, കട്ടിലില്ല. അപ്പോൾ ഇതാരാണ് ഈ സംസാരിക്കണത്? ഫോണിൽ സംസാരിക്കുകയല്ല, ഡയറക്റ്റ് സംസാരിക്കുന്ന സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക്, അതായത് വാതിൽ തുറന്ന് അത് ഉമ്മറത്തേക്ക് പോവാണ്. അപ്പം നോക്കുമ്പോഴേക്കും സെലിന് ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. ശ്രുതി എന്ന രീതിയിൽ നോക്കുമ്പോൾ ശ്യാം പുതച്ചു മൂടിയിട്ടൊക്കെ, അതായത് പുതപ്പ് ഇങ്ങനെ തലയിൽ വെച്ച് മൂടിയിട്ടാണ് അപ്പുറത്ത് തിരിഞ്ഞ് നിൽക്കുകയാണ്. ആരാ നീ എന്താ നീ ആരാ എന്ന് പറയുമ്പോഴേക്കും ശ്യാം പതുക്കെ ഇങ്ങനെ തിരിയാട്ടോ. ശ്യാമിനെ കാണുമ്പോൾ ശ്രുതി ആകെ ഷോക്കാവാണ്. ശ്രുതി ശ്യാമിനെ കാണുമ്പോഴേക്കും ശ്യാം പറയണ്ടേ, എന്താ ഞാനിവിടെ ഈ സമയത്ത് വരുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ ശ്രുതി? ഞാൻ ഇപ്പം ഈ സമയത്ത് വരുമെന്ന് നീ പ്രതീക്ഷിച്ചോ? ഒരിക്കലും ഇവിടെ വരില്ലെന്ന് നീ വിചാരിച്ച് കളഞ്ഞല്ലേ ശ്രുതി? നിനക്ക് സന്തോഷമായിട്ട് അശ്വിൻ സാരാമിൻ്റെ കൂടെ ജീവിക്കാമെന്നും ഭാര്യയായിട്ടും അയാളുടെ കുട്ടികളുടെ അമ്മയായിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാമെന്നും നീ വിചാരിച്ചല്ലേ? അങ്ങനെ നീ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങളിവിടെ അടിച്ച് പുറത്താക്കിയതല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ശ്രുതി, എനിക്കിവിടെ വരണമല്ലോ. നിന്നെക്കാളും മുമ്പേ ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിച്ചതാണ് ഞാൻ. അപ്പോൾ നിന്നെക്കാളും കൂടുതൽ ഇവിടുത്തെ അധികാരം അവകാശമൊക്കെ എനിക്കാണ്. പിന്നെ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളർന്ന എൻ്റെ കുഞ്ഞ്, അവരെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ടേ എനിക്ക് അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. എനിക്ക് ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കണം ശ്രുതി. പുറത്ത് ഒരു സുഖമില്ല. ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ തിരിച്ചു വരണം. അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറയാണ്. ഓഹോ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവളെ കച്ച കെട്ടി ഇവിടെ കൊണ്ടുവന്നതല്ലേ? അതെ, അതിനു വേണ്ടി തന്നെയാണ്. അല്ലാതെ സെലിനെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ എനിക്ക്? സെലിനെ കൊണ്ടുവന്നത് അതിനു വേണ്ടി തന്നെയാണ്. എന്നെ ഈ വീട്ടിൽ വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റാനായിട്ട്. ഇല്ല, അതൊരിക്കലും നടക്കില്ല. അഞ്ജലിച്ച് പതുക്കെ പലതും മറന്നു വരുവാണ്. അതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇനി ഇവിടെ വരണ്ട. അതെ, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ജനിക്കാൻ വന്ന ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും കാര്യമാണ്. നീ അതിലിടപെടണ്ട എന്ന് ശ്യാം പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഇടപെടും. കാരണം ഈ വീട്ടിലെ ഒരാൾ തന്നെയാണ് ഞാൻ. അഞ്ജലിച്ചിയുടെ ജീവിതം ഇനി നിങ്ങൾ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രുതി, ഞാൻ പറയണത് നീ കേൾക്ക്, അല്ലെങ്കിൽ നിൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടിട്ടായിരിക്കും. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. നീ അശ്വിനോടും ഈ വീട്ടുകാരെ വിളിച്ച് വരുത്തി നീ പറയണം, നിനക്ക് എന്നിടയിലുണ്ടായതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അത്ര വലിയ വൃത്തികെട്ടവനൊന്നുമല്ല. തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലതും സംഭവിച്ചത്. നമ്മുടെ വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞതുപോലും തെറ്റിദ്ധാരണ. നിൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടന്നല്ലോ. അപ്പോൾ അച്ഛനെ സമാധാനിപ്പിക്കാനും അച്ഛനെ നിൻ്റെ വിവാഹം കാണുന്നത് വല്ലാത്ത ആഗ്രഹമുള്ളത് കൊണ്ടിട്ടും അച്ഛനൊന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹ നിശ്ചയം ജസ്റ്റും കാണിച്ചതും. അങ്ങനെ നീയും ഞാനും തമ്മിൽ നേരത്തെ വലിയ പരിചയമൊന്നും ഇല്ല, ഞാൻ അങ്ങനെ വൃത്തികെട്ടവനൊന്നുമല്ല, ഞാൻ നല്ലൊരു പയ്യനാണ് എന്നൊക്കെ രീതിയിൽ നീ ഇവിടെ സംസാരിക്കണം. എല്ലാം ഒരു തെറ്റിദ്ധാരണയാണോ? പിന്നെ അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ലെന്ന് നീ പറയണം. കാരണം അശ്വിൻ സായറാമെന്ന് പറഞ്ഞ വ്യക്തി
തട്ടിക്കൊണ്ടുപോയ സമയത്തൊന്നും എന്നെ കണ്ടിട്ടില്ല, കാരണം അത്ര വിദഗ്ധമായിട്ടാണ് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം നീ തന്നെ പറയണം അശ്വിൻ സാറമ്മൻ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല, പിന്നെ പല സംഭവങ്ങളും ഞാൻ എൻ്റെ അറിവോടെ എല്ലാം നടന്നെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുഖം മൂടി നീ, അതായത് എൻ്റെ പഴയ ആ ഒരു സംഭവം തന്നെ നീ ഇവിടേക്ക് എനിക്ക് കൊണ്ടുവന്ന് തരണം, എനിക്ക് ഈ വീട്ടിൽ കയറി പറ്റണം. ശ്രുതി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല, നിങ്ങൾ ഈ വീട്ടിൽ കയറ്റാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. അശ്വിൻ റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതിനെ കാണുന്നില്ല കേട്ടോ. ശ്രുതി ഇത് എവിടെ പോയി എന്നിങ്ങനെ അശ്വിൻ അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷേ ശ്രുതിനെ അവിടെയൊന്നും കാണുന്നില്ല. ശേഷം അശ്വിൻ താഴത്തേക്ക് വരുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് കേട്ടോ. അശ്വിൻ വരുമ്പോഴേക്കും സെലിൻ അശ്വിനെ കാണുന്നുണ്ട്. അയ്യോ ദേ അശ്വിൻ സാർ വരുന്നു എന്ന് പറയാണ്. വേഗം പൊയ്ക്കോ ശ്യാം സാർ പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ ശ്യാം അശ്വിൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ ചെയ്യേണ്ടത്. അശ്വിൻ വരുമ്പോഴേക്കും ശ്യാമിനെ കാണുന്നില്ല. അശ്വിൻ ചോദിക്കണ്ടല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സെലിൻ പറയുന്നുണ്ട് അത് എന്താണെന്നറിയില്ല സാർ, ഒരു സൗണ്ട് കേട്ടാ ഞാൻ പുറത്തേക്ക് വന്നത്, അപ്പോൾ അതേ ശ്രുതി മാഡം വന്നു. എന്താ ശ്രുതി, എന്താ കാര്യം? അത് എന്ന് പറയുമ്പോഴേക്കും എന്താ ഈ സമയത്ത് എന്ത് വരാനേ ഇവിടെ, ഒന്നുമില്ല എന്ന് പറയാണ്. നീ അകത്ത് പോയി കിടക്ക് ശ്രുതി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തൊട്ട് പിന്നാലെ അശ്വിനും പോകാണ്. സെലിനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ശ്യാം പോയെന്ന് മനസ്സിലാകുമ്പോൾ സെലിനും അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം വീട്ടിലെല്ലാവരും ശ്രുതിയെടുത്ത് വല്ലാത്തൊരു അകൽച്ചയും ഒരു വേർതിരിവൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് പറയാൻ കേട്ടോ, കാരണം അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അങ്ങനെ ഈ അഞ്ജലിയും അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രീതിയും മുത്തശ്ശിയും മനോരമയും ആകാശവും ഒക്കെ കൂടി പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർ ഞെട്ടിപ്പോകുക കേട്ടോ. കാരണം അശ്വിൻ വീണ്ടും ശ്രുതിക്ക് വലിയൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. റൂമിലെ ലൈറ്റ് എല്ലാം അണച്ചിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിട്ട് വീണ്ടും ഒരു സർപ്രൈസ് ഒരുക്കുകയാണ്. ആ സർപ്രൈസ് എന്താണെന്നുള്ളതും ശ്രുതി എന്തിനാണ് പേടിക്കണേന്നുള്ളതും എല്ലാവരും മുഖം വീർപ്പിച്ചിരിക്കും. ശ്രുതിയുടെ അടുത്ത് എന്തിനാണ് ഇരിക്കണേന്നുള്ളതൊക്കെ ജസ്റ്റ് അടുത്ത റിവ്യൂ ആയിട്ട് പറയാൻ, കാരണം അത് പറയുമ്പോൾ കുറച്ച് രസമുണ്ട്, പക്ഷെ കുറച്ച് നമ്മൾ ടെൻഷൻ അടിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ശ്യാമിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഈ ശ്യാം എങ്ങനെയെങ്കിലൊക്കെ അവിടെ കയറി പറ്റാൻ വേണ്ടി പല വഴികളും നോക്കുന്നു കേട്ടോ. ശ്യാമിന് അവിടെ എങ്ങനെയെങ്കിലൊക്കെ കയറി പറ്റണം. അപ്പം ശ്യാം അതിൽ വിജയിക്കുകയും ചെയ്യും കേട്ടോ. ശ്യാം അവിടെ വീണ്ടും കയറി പറ്റുക മാത്രമല്ല, ശ്യാമിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അഞ്ജലിയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും അശ്വിനോടാണ്. ഇവർക്ക് 3 പേർക്കും അപകടം പറ്റണം. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റണം അഞ്ജലിയുടെ അടുത്താണ് അപകടം പറ്റുന്നത്. കാരണം അഞ്ജലി തകർന്നു പോയി കഴിഞ്ഞാൽ, അഞ്ജലിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെല്ലാവരും തകർന്നു പോകുമെന്ന് ശ്യാമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അഞ്ജലിനെ കൊല്ലാൻ വേണ്ടി ആണ് ശ്യാം തീരുമാനിക്കട്ടെ. അതായത് അഞ്ജലിനെ അങ്ങോട്ട് ഇല്ലാതാക്കാം. അഞ്ജലി മരിക്കുമ്പോൾ ശ്യാമിൻ്റെ കുഞ്ഞും പോകുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അഞ്ജലിനെ ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാൻ നോക്കാവോ ആ തരത്തിലൊക്കെ ശ്യാം പലതരത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിലൊക്കെ കാണാൻ പോകുന്നത്. എന്തായാലും തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ബർത്ത്ഡേ വിശേഷങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് നല്ല നല്ല ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.